ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇഫ്താറിൻ്റെ ടൈമിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാവേ. ആദ്യം തന്നെ നമ്മളിവിടെ 6 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 6 സ്നാക്കാണ് ഈ ഒരു 6 ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എണ്ണത്തിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ബ്രെഡ്. ഇനി അതിൻ്റെ ആ സൈഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പം സൈഡ് പോർഷൻ മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ബ്രെഡ് ക്രംസും എഗ്ഗും ആണ് വേണ്ടത്. അപ്പം ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 എഗ്ഗും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഈ ഒരു എഗ് മിക്സിൽ മുക്കാനായിട്ട് 2 ബ്രെഡ് ഇതുപോലെ പാരലായിട്ട് പിടിച്ച് നമ്മൾ എഗ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ ബ്രെഡ് മുഴുവനായിട്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് 2 സൈഡും നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ബ്രെഡിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഈ ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് വങ്ങിപ്പോകാനായിട്ടുള്ള ചാൻസ് കൂടി ഉണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ ബ്രെഡ് പൊരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എണ്ണയിൽ നിന്നും പതുക്കെ കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് മുഴുവനായിട്ടും ഇതുപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ 3 പീസാണ് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത് കേട്ടോ. ഇനി ഈ ബ്രെഡ് ഹാഫ് ആക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പീസ് ബ്രെഡ് എടുത്ത് കത്രിക കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രെഡ് ഇതുപോലെ ഒരു പോക്കറ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ മുഴുവൻ ബ്രെഡും ഇതുപോലെ പോക്കറ്റായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരു ബൗൾ എടുക്കുന്നുണ്ട്, അതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മയോണൈസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ദേ നമ്മുടെ വെജിറ്റബിൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പോക്കറ്റിലേക്ക് ഫില്ല് ചെയ്യുവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു ബ്രെഡ് എടുത്ത് നമ്മൾ ആ ഒരു ഫില്ലിങ്ങും കൂടി അതിനകത്തോട്ട് ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് പോക്കറ്റ്സിൽ മുഴുവനായിട്ടും നമ്മുടെ വെജിറ്റബിൾ ഫില്ലിംഗ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത 6 ബ്രെഡ് പോക്കറ്റ്സും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഫ്താറിനും നമ്മുടെ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെജിറ്റബിൾസ് മാത്രം വെച്ചുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചിക്കനും കൂടി ആഡ് ചെയ്താൽ ഇതൊന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.